ഇപ്പോൾ ലാലേട്ടൻ്റെ വൺ ഹിറ്റ് ആയിട്ടുള്ള തുടരും മൂവിയിൽ ബാക്ക്ഗ്രൗണ്ട് ഡാൻസറായിട്ടും അതുപോലെ ഈ അടുത്ത് റിലീസായ സൂര്യ സാറിൻ്റെ റെട്രോ മൂവിയിലും ബാക്ക്ഗ്രൗണ്ട് ഡാൻസറായിട്ടൊക്കെ ചെയ്തല്ലോ. അപ്പോൾ എങ്ങനെയായിരുന്നു അതിൻ്റെ എക്സ്പീരിയൻസ്? അതുപോലെ വളരെ പ്രഗത്ഭരായിട്ടുള്ള താരങ്ങളുടെ ഒപ്പം ആ ഒരു സെറ്റിൽ ചെറിയൊരു ഭാഗമാകുമ്പോൾ അവരുടെ സെറ്റിലുള്ള രീതികളും ഒക്കെ കാണുമ്പോൾ അത് അഭിനയത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ഇൻസ്പയർ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും അവർ അത് ചെയ്യുന്ന കാണുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഒരു ഊർജിതം കിട്ടുന്നത്. ഡാൻസ് പോലെ അല്ല ആക്ടിങ്, അത് ഒരു വേറെ സംഭവം. സൂര്യ സാറൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഞാൻ കണ്ണെടുക്കാതെ നോക്കി നിന്നിട്ടുണ്ട്. ലാൽ സാറിൻ്റെ കൂടെ ഞാൻ ഇത് രണ്ടാമത്തെ സോങ്ങാണ്. ഫസ്റ്റ് സോങ് ബിഗ് ബ്രദർ ആയിരുന്നു, ഇത് രണ്ടാമത്തെ സോങ്. ലാൽ സാറിനെ പറയേണ്ട ആവശ്യമില്ല, സാറ് വരുമ്പം തന്നെ കയ്യിൽ രോമനൊക്കെ ഇടിക്കും. പുള്ളിക്കാരൻ അത് വേറൊരു ഇതാണ്. അപ്പോൾ എനിക്കവരെ പറ്റി പറയാൻ ഞാനൊന്നുമല്ല ഒന്നാമത്തെ കാര്യം. അവരൊക്കെ ഓൾറെഡി അവരൊക്കെ വലിയ ആൾക്കാരാണ്. പിന്നെ അവരെ കണ്ട് പഠിക്കാൻ കുറേ ഉണ്ടെന്നുള്ളൂ, ഇഷ്ടംപോലെ ഉണ്ട്. ആ സെറ്റിൽ നിന്ന് അങ്ങനെ ഡാൻസിനെ പറ്റിയാണെങ്കിലും അല്ലെങ്കിൽ അഭിനയത്തെ പറ്റിയാണെങ്കിലും അവരിൽ നിന്ന് പഠിക്കാൻ പറ്റിയിട്ടുണ്ടോ? കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു എന്നുള്ള നിലയിൽ അവരിൽ നിന്ന് പഠിക്കാൻ പറ്റുക ഒത്തിരി ഉണ്ട്.